കുഴപ്പമില്ല, നല്ലൊരു പടം കേട്ടോ. നല്ല കുറേ ഒരു കാലിക പ്രസക്തിയുള്ള ഒരു പടമാണ്. കുറേ കാര്യങ്ങളൊക്കെ നേരത്തെ വിവാദമായെന്ന് കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്നാലും നല്ലൊരു തമാശ കൂടെ പടം ചെയ്തിരിക്കുന്നത്. ലാലുലക്സ് നല്ലൊരു ഉഗ്രൻ റോളാണ് ചെയ്തിരിക്കുന്നത്. കുറേ നാൾ കൂടി ലാലുലക്സ് അടിപൊളിയായിട്ടൊരു നല്ല റോൾ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പടം. ഇന്നലെ ഒരു പടം ഒരു ചെറിയൊരു വിവാദമൊക്കെ ആയിരുന്നു പടം പേരിൻ്റെ. പക്ഷേ ഇത് വേറൊരു സഭയെ എടുത്തിട്ട് അലക്കുന്നത് അതിനകത്ത് കാണുന്നത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉഗ്രനായിട്ടുണ്ട്. നല്ല പടം, നല്ലൊരു തമാശ ചിരിക്കാനും ഒരു കാലിക പ്രസക്തമായിട്ടുള്ള ജോണറാണ്. ഇപ്പോഴത്തെ നടക്കുന്ന സംഭവങ്ങളൊക്കെ ഇതിനകത്ത് ചെറുതായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. ഒരു പത്രത്തിനൊക്കെ ശരിക്കും വാരിയിട്ടുണ്ട്. കുഴപ്പമില്ല, നല്ലൊരു പടം. അല്ല, അവർ നല്ലൊരു പക്ഷേ ഏറ്റവും നല്ലതായ ലാലുലക്സ് ആണ്. ലാലുലക്സ് അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട്. ഇൻട്രോയിൽ ലാലുലക്സ് വേറെ ലെവലാണ്. അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഉഗ്രം പടം. പിന്നെ നല്ല ഹ്യൂമറസ് പടം, നല്ല നല്ല ടൈം പാസ്സാണ്. നല്ല പടം. തീർച്ചയായിട്ടും ഓഡിയൻസ് നിങ്ങൾ കണ്ടായിരുന്നോ? ഇല്ല എന്തായാലും തീർച്ചയായിട്ടും കാണും. നിങ്ങൾക്ക് വർക്കാവും. ഒരു മെസ്സേജും ഉണ്ട് ഈ സിനിമയിൽ. അതെന്തായാലും കണ്ടാലേ പറയാൻ പറ്റുള്ളൂ. അതെ, എല്ലാവർക്കും പ്രായഭേദമൊന്നും ഇല്ലാതെ എല്ലാവർക്കും വന്ന് കാണാൻ പറ്റും. പിന്നെ വിഷ്ണുവിൻ്റെ ബീബിൻ്റെ ഒരു കംബാക്ക് ആയിരിക്കും. ഒബ്വിയസ്ലി അവരുടെ കോമ്പോ കംബാക്ക് ആയിരിക്കും. അധികം ആകരുത് കേട്ടോ. അതാണ് ഈ പിക്ചറിൻ്റെ കോമഡി കൊണ്ട് വളരെ മനോഹരമായ ഒരു ബിബിൻ്റെ വ്യത്യസ്തമായ കഥാപാത്രം വിഷ്ണുവിൻ്റെ ബിബിൻ്റെ. ഓക്കെ, താങ്ക് യു. നന്നായിട്ടുണ്ട്, എൻ്റർടൈനിങ് ആണ്. നന്നായിട്ടുണ്ട്. അവരൊക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. കോമഡിയാണ്, എൻ്റർടൈനിങ് ആണ്. നമുക്കതല്ലേ വേണ്ടത്. ചിരിക്കാനും ചിന്തിപ്പിക്കാനും ഉണ്ട്. നല്ലൊരു എൻ്റർടൈനർ ആയിരിക്കും. ഫാമിലി എൻ്റർടൈനർ. കോമഡിയാണ്. കണ്ടില്ലല്ലേ? കാണാൻ. ഇത് കുറേ നാളുകൾക്ക് ശേഷം നമുക്ക് കാണാവുന്ന ഒരു ഫാമിലി എൻ്റർടൈനർ എന്ന് പറയാം. കാരണം വെച്ചാൽ നമുക്ക് ഒരു ആക്ഷേപഹാസ്യം, അത് നമ്മൾ എന്താണ് പഞ്ചവടി പാലമൊക്കെ അതൊരു ആക്ഷേപഹാസ്യമുള്ള, അതേപോലെ തന്നെ ഇതൊരു ആക്ഷേപഹാസ്യം. ഇന്ന് സമൂഹത്തിലെ നമ്മുടെ വിശ്വാസവും അന്ധവിശ്വാസവും ഒക്കെ തമ്മിലുള്ള ഒരു ഇത് പെർഫോമൻസിൻ്റെ കാര്യത്തിൽ വിഷ്ണു ഉണ്ണികൃഷ്ണനും മറ്റേ ബിബിൻ ജോർജും കൂടി മത്സരിച്ച് അഭിനയിച്ചേക്കുന്നത്. പിന്നെ എടുത്തു പറയത്തക്ക കഥാപാത്രം എന്ന് പറയുന്ന അശോകൻ്റെ അച്ഛൻ, ഒരു വ്യത്യസ്ത കഥാപാത്രമായിരുന്നു. പിന്നെ അതേപോലെ ലാലുലക്സ് വളരെ വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു കഥാപാത്രമായിട്ട് തിരിച്ചു വന്നേക്കാണ്. അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിന് അന്നത്തെ ശബ്ദത്തിനും ഇന്നത്തെ ശബ്ദത്തിനും ഒരു മാറ്റമില്ല. നല്ലൊരു സിനിമയാണ്.